അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ബിറിദല്ലാഹ് അമ്മാ ബഅദ്. നമ്മുടെ ഇർഷാദ് സുബിയാൻ മദ്രസയിൽ വളരെയധികം വാശിയേറിയ മനോഹരമായൊരു ഇലക്ഷനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വിദ്യാർത്ഥികൾ അരങ്ങ് തകർത്തത്. അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ കമ്മിറ്റിക്കാരും ഉസ്താദുമാരും ഒന്നിച്ച് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ വാശിയേറിയ പോരാട്ടമായതുകൊണ്ട് തന്നെ ആ ഇലക്ഷൻ നിലവാരത്തിലേക്ക് എത്തിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ റിസൾട്ടിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മദ്രസയുടെ ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് മത്സരിച്ച വിദ്യാർത്ഥികൾ ആൺകുട്ടികളിൽ നിന്നും 3 പേരും പെൺകുട്ടികളിൽ നിന്നും 3 പേരാണ് ലീഡർഷിപ്പിലേക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫലപ്രഖ്യാപനം നമ്മുടെ മദ്രസയുടെ സെക്രട്ടറി കറാമ ഇബ്രാഹിം ക നമുക്ക് ആ റിസൾട്ട് പ്രഖ്യാപിക്കും. മദ്രസ ലീഡർ ബോയ്സ് 1-ാം സ്ഥാനം ഷാദിൽ ഷാൻ BP, വോട്ട് 1049, ചിഹ്നം യൂട്യൂബ്. 2-ാം സ്ഥാനം മുഹമ്മദ് K, വോട്ട് 1009, ചിഹ്നം AC. 3-ാം സ്ഥാനം ഷബീബ് സമാൻ, വോട്ട് 1003, ചിഹ്നം ബുക്ക്. 3 സ്ഥാനങ്ങളും പ്രഖ്യാപിച്ചു. മദ്രസ ലീഡർ ഗേൾസ് 1-ാം നമ്പർ നദാൻ അഫ്ന VP, ചിഹ്നം ഫുട്ബോൾ, 1042 വോട്ട്. 2-ാം സ്ഥാനത്ത് ജുമാന ഹസീൻ ഫിഡ്ജ്, വോട്ട് 1042. 2 പേർക്കും തുല്യ വോട്ടാണ്. അത് അവർ തമ്മിൽ എങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡം അനുസരിച്ച് തീരുമാനിക്കുന്നതായിരിക്കും. 3-ാമത് ഫാത്തിമ MC, ചിഹ്നം ക്ലോക്ക്, 1031 വോട്ട്. ഇങ്ങനെയാണ് ഗേൾസിൻ്റെ റിസൾട്ട്. അടുത്തതായി SKSBVയുടെ റിസൾട്ടാണ്. SKSBVയെ പറയുമ്പോൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ എല്ലാ മദ്രസകളിലും പിന്നെ കുട്ടികളെ ചലിപ്പിക്കുന്നതിനാധാരമായി SKSB സമസ്ത കേരള സുന്നി ബാലവേദി എന്ന വേദിയിൽ വളരെ വിപുലമായ പരിപാടികൾ നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചു പോരുന്നൊരു സംഘടനയാണ്. നമ്മുടെ മദ്രസയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്നത് SKSBവിലൂടെ. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട യൂസുഫ് K സാദരം ക്ഷണിക്കും. SKSB കോർഡിനേറ്റർ ടോട്ടൽ സ്ഥാനാർത്ഥികൾ 11. 1-ാം സ്ഥാനം മുഹമ്മദ് ഫർഹാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. വോട്ട് 1048, ചിഹ്നം വാച്ചിലാണ് മത്സരിച്ചത്. 2-ാം സ്ഥാനം മുഹമ്മദ് സയാൻ C, സ്ഥാനം സെക്രട്ടറി സ്ഥാനം, വോട്ട് 1034, ചിഹ്നം മോതിരത്തിലാണ് മത്സരിച്ചത്. 3-ാം സ്ഥാനം മുഹമ്മദ് റാസിൽ, സ്ഥാനം ട്രഷറർ, വോട്ട് 1019, ചിഹ്നം ബോർഡ് ഇതിലാണ് മത്സരം. ഗ്രീൻ കോർഡിനേറ്റർ തസ്കയിലേക്കാണ് പെൺകുട്ടികൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. 3 സ്ഥാനത്തേക്കാണ് നിലവിൽ ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതിൽ 1-ാമത്തെ സ്ഥാനത്ത് വരുന്നത് മെഡിക്കൽ കോർഡിനേറ്റർ ആയിട്ടാണ്. മെഡിക്കൽ കോർഡിനേറ്റർ ഉത്തരവാദിത്തങ്ങൾ മദ്രസയിലെ പ്രാഥമിക FA ബോക്സ്, ഒരു വിദ്യാർത്ഥിക്ക് പ്രാഥമികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യം വിദ്യാർത്ഥികൾ കൂടെ ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2-ാമത്തെ സ്ഥാനത്തേക്ക് വരുന്നത് ഗാർഡനിങ് കൺസൾട്ടേഷനാണ്. ഒരു മദ്രസ എങ്ങനെ നമുക്ക് ക്ലാസ് റൂമുകളൊക്കെ ഒരു പ്രകൃതി രമണീയമായിട്ട് കുട്ടികൾക്ക് ആസ്വദിച്ച് എങ്ങനെ പഠിക്കാമെന്നുള്ള രൂപത്തിൽ പൂന്തോട്ടങ്ങളെല്ലാം നിർമ്മിച്ച് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും വരാമെന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. 3-ാമത്തെ തസ്കെ വരുന്നത് ഹരിത സ്ക്വാഡാണ്. മദ്രസ ഫുൾ ടൈം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലപ്രഖ്യാപനമാണ് മൂസക്ക നമുക്ക് നിർവഹിക്കുന്നതാണ്. ഗ്രീൻ കോർഡിനേറ്റർ ആകെ സ്ഥാനാർത്ഥികൾ 9. 1 സുവൈബത്തുൽ അസ്ലമിയ AC, സ്ഥാനം മെഡിക്കൽ കോർഡിനേറ്റർ, വോട്ട് 1058, ചിഹ്നം TV. 2 ജംസിയ ജാസ്മിൻ, സ്ഥാനം ഗാർഡൻ കൺസ്ട്രക്ഷൻ, വോട്ട് 1026, ചിഹ്നം പിയാനോ. 3 ഹാനിയ ഹസിൻ PV, സ്ഥാനം ഹരിത സ്ക്വാഡ്, വോട്ട് 1019, ചിഹ്നം ചോക്ലേറ്റ്. അല്ലേ? ഈ മത്സരത്തിൽ മത്സരാർത്ഥികളായി വന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഭരണരംഗത്തുണ്ട് എന്നുള്ളതാണ്. ആരും മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്നില്ല. അവർ പാർലമെൻറ്റ് കൂടി അവരെയൊക്കെ ഭരണസമിതിയിലെടുക്കുകയും കൂടാതെ മറ്റ് ആളുകളെ വേണമെങ്കിൽ അവർ നോമിനി ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീൻ കോർഡിനേറ്ററിലേക്ക് മത്സരിച്ചത് 9 സ്ഥാനാർത്ഥികളാണ്. ആ 9 സ്ഥാനാർത്ഥികളും പാർലമെൻറ്റ് കൂടിയിട്ട് 3 സ്ഥാനങ്ങളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കപ്പെട്ടു.
ഏറ്റവും വോട്ട് വാങ്ങി സ്ഥാനാർത്ഥികളായി ഏറ്റവും നല്ല ലീഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ബാക്കിയുള്ള ആളുകളെ അതിൻ്റെ അസിസ്റ്റൻറ്റ് ലീഡർമാരായിക്കൊണ്ട് പാർലമെൻറ്റ് കൂടി തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ഇവിടെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കുട്ടികളിൽ മത്സരബുദ്ധി സൃഷ്ടിക്കുന്നതോടൊപ്പം ഒരാൾക്കും നിരാശ സമ്മാനിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഭരണപക്ഷത്ത് ഐക്യത്തോടുകൂടെ ഈ മദ്രസയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നുള്ളതാണ്. റിസൾട്ട് പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട മഹല്ല് സെക്രട്ടറി ഇബ്രാഹിം ക, പ്രസിഡന്റ് മഹ്മൂദ് ക, അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി മൂസക്ക എന്നിവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇർഷാദ് സുബിയാൻ മദ്രസയുടെ ഈ കൂട്ടായ്മ ഇതൊരു വല്ലാത്ത, നമ്മുടെ കേരളക്കരയിൽ ഇത്രത്തോളം എടുത്തു കാണിക്കാൻ പറ്റുമോ അത്രമേൽ ഉയർന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ഉയർച്ചയാണ്. ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ സ്റ്റാഫ് അംഗങ്ങളും ഏതൊക്കെ രീതിയിൽ മദ്രസയെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഐക്യത്തോടെ സ്നേഹത്തോടെ വേണ്ട രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് റബ്ബ് തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.